കസ്റ്റമർ സർവീസ്, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, പിന്നെ ഹെൽത്ത് കെയർ, പിന്നെ ഉള്ളതാണ് സെയിൽസ്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നത് നഴ്സിംഗോ മെക്കാനിക്കലോ പിന്നെന്താ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, റീറ്റെയിൽ, ടീച്ചർ, പിന്നെ ഹൗസ് വേക്കൻസി. ഈ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ കയറിയിട്ട് ജോയിൻ ടു ദാറ്റ് വാട്സ്ആപ്പ് ചാനൽ. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, സ്ഥിരം വന്നിരിക്കലാണെന്ന് തോന്നുന്നു. ഓക്കെ, പൂച്ചക്കുട്ടിക്ക് ചെറുപ്പം ആരേലും ബാംഗ്ലൂർ ജോബ് ഹബിൽ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ കമന്റ് ഇടാ, ചേച്ചി ഞാൻ പോകുന്നുണ്ടെന്നത് നിങ്ങളുടെ നെയിം ഇട്ടിട്ട് കമന്റ് ചെയ്യുക. ഞാൻ ആ കമന്റ് സ്ക്രീൻഷോട്ട് പിടിച്ചിട്ട് അവർക്ക് അയക്കാം. ആൻഡ് ദേ വിൽ പ്രിയോറിറ്റൈസ് യു. ഓക്കെ, നിങ്ങൾ പോകുന്ന ഡേറ്റോ എന്നാ വെച്ചാൽ ഒന്ന് കമന്റിൽ അറിയിക്കുക, എന്നെ DM അറിയിക്കാതെ ഈ വീഡിയോയുടെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു തരാം. 3, 2, 1. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ വീഡിയോ ആഫ്റ്റർ കമ്മിങ് ടു ദുബായ്. പക്ഷെ ഇത് ദുബായ് റിലേറ്റഡ് വീഡിയോ അല്ല. ഞാൻ എന്റെ ചാനലിൽ കുറെ ബാംഗ്ലൂർ ജോബ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് കുറെ കമന്റ്സ് എനിക്ക് അതിൽ വന്നിട്ടുണ്ട്. അലോങ് സൈഡ് എനിക്ക് കുറെ DMസും കൂടെ ഉണ്ട് ഇൻസ്റ്റാളിൽ. പക്ഷെ എനിക്ക് DMസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത് കുറെ ഉള്ളതുകൊണ്ടാണ്. മേ ബി 3,000 ചേഞ്ച് ഫോളോവേഴ്സ് ഉള്ളൂ. പക്ഷെ എനിക്ക് റിക്വസ്റ്റിൽ കുറെ വന്ന് കിടക്കുന്നുണ്ട്. ആൻഡ് അതിനുള്ളൊരു ഉത്തരവാണ് എനിക്ക് മലയാളീസ് മാത്രമല്ല കുറെ ആൾക്കാർ മെസ്സേജ് അയക്കും. ബട്ട് ഈ വീഡിയോ ഡെഡിക്കേറ്റഡ് ഓൺലി ടു മലയാളീസ് ഹു ആർ ഇൻ ബാംഗ്ലൂർ. ആൻഡ് ബാംഗ്ലൂരിൽ താമസിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കേരളത്തിൽ നിന്നാണ് കാണുന്നത്, ബാംഗ്ലൂരിൽ ഒരു ജോലി ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കാം. ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ബാംഗ്ലൂർ ജോബ് ഹബ് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബാംഗ്ലൂരിലെ കൺസൾട്ടൻസീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 1,000 രൂപയോ 2,000 രൂപ പിടിച്ച് വാങ്ങും ഫോർ ആപ്ലിക്കേഷൻ ആൻഡ് അതും ഇതുമൊക്കെ. ആൻഡ് ദെൻ ദേ ഡോണ്ട് ഓഫർ ജോബ്, നീ പെർഫോം ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റിജക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ പൈസ പോകും. പക്ഷെ ഞാൻ വീഡിയോസ് ഇടുന്നത് ഇസ് ഫോർ ബാംഗ്ലൂർ ജോബ് ഹബ്. അപ്പോ ബാംഗ്ലൂർ ജോബ് ഹബ് എന്ന് പറയുന്നത് ഇസ് 100% ഫ്രീ പ്ലേസ്മെന്റ് സെന്റർ. അപ്പോ ബാംഗ്ലൂരിലെ തന്നെ ഒരു ടോപ്പ് കൺസൾട്ടൻസി ആണ് ബാംഗ്ലൂർ ജോബ് ഹബ്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. യു ക്യാൻ ഗോ ടു ഗൂഗിൾ ആൻഡ് ബാംഗ്ലൂർ ജോബ് ഹബ് ജയനഗർ നിങ്ങൾക്ക് അടിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണും 800+ റിവ്യൂസ് ഉണ്ട്. അത് മാത്രമല്ലാതെ 4.9 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ വെറുതെ ആൾക്കാർ റേറ്റിംഗ് ഒന്നും കൊടുക്കില്ല, എസ്പെഷ്യലി ഇൻ ബാംഗ്ലൂർ. അപ്പോൾ പിന്നെ ഇതിന്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആയിരക്കണക്കിന് കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഇറ്റ് ഇസ് ടു BPOs. ഓക്കെ, എനിക്ക് കമന്റ്സ് വരുമ്പോൾ കുറെ ആൾക്കാർ മെക്കാനിക്കൽ ഉണ്ടോ, നഴ്സിംഗ് ഉണ്ടോ, ടീച്ചർ ഉണ്ടോ, പക്ഷെ ത്രൂ ബാംഗ്ലൂർ ജോബ് നമുക്ക് അതൊന്നും ഇല്ല. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, ത്രൂ ബാംഗ്ലൂർ ജോബ് നമുക്കുള്ളത് ടോപ്പ് BPOs മാത്രം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് 4 സെക്ടേഴ്സിലോട്ടാണ്. ഒന്ന് കസ്റ്റമർ സർവീസ്, പിന്നെ ടെക്നിക്കൽ സപ്പോർട്ട്, പിന്നെ ഹെൽത്ത് കെയർ, പിന്നെ ഉള്ളതാണ് സെയിൽസ്. ഓക്കെ, അതല്ലാതെ നമുക്ക് വന്നിട്ട് നിങ്ങൾ ചോദിക്കുന്ന കണക്ക് നഴ്സിംഗോ മെക്കാനിക്കലോ പിന്നെന്താ മാനുഫാക്ചറിംഗ് സെക്ടേഴ്സ്, റീറ്റെയിൽ, ടീച്ചർ, പിന്നെ ഹൗസ് വേക്കൻസീസ്, ഇങ്ങനെയൊന്നും നമുക്കില്ല. പിക്കിംഗ് പാക്കിംഗ് ഒന്നും ഇല്ല. പിന്നെ പിക്കിംഗ് പാക്കിംഗ് ഒക്കെ വരുന്നത് നമുക്ക് ഇങ്ങനെ ഫാക്ടറീസിൽ വരുന്നതാണ്. അല്ലാണ്ട് ബാംഗ്ലൂർ ജോബ് ഹബ് വഴി ഇത് നമുക്ക് ഇല്ല കേട്ടോ. ആൻഡ് മലയാളീസിന് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, എല്ലാവരുടെയും DMസിൽ എനിക്ക് പറയുമ്പോൾ ഒരു സങ്കടം, കാരണം എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫസ്റ്റ് സങ്കടപ്പെടേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് മാൻഡേറ്ററി ആണ്. നല്ല ഇംഗ്ലീഷ് വേണം. ചില പ്രോസസ്സിന് മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് വേണ്ടാത്തത്. അതായത് നമ്മുടെ ഒരു സിമ്മിന്റെ ഒരു കമ്പനി ഉണ്ട്, എനിക്ക് ആ കമ്പനിയുടെ പേര് പറയണ്ട. ആ കമ്പനിക്ക് നമുക്ക് മലയാളമാണ് മാൻഡേറ്ററി വേണ്ടത്. ഇംഗ്ലീഷ് ഇത്തിരി മതി, നമുക്ക് കുറെ ഇംഗ്ലീഷ് വേണ്ട. പക്ഷെ ഭൂരിപക്ഷം നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അതും കൂടാതെ നിങ്ങൾ PUC ഗ്രാജുവേറ്റ്സ് അങ്ങനെ എന്തായാലും നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ ഇംഗ്ലീഷ് നമുക്ക് മാൻഡേറ്ററി ആണ്. അത് ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് സങ്കടപ്പെടുത്ത കാര്യമില്ല. നിങ്ങൾ ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ ഇവിടെ നമുക്ക് പിടിച്ചേക്കാൻ പറ്റൂ. പിന്നെ ബാംഗ്ലൂരിൽ ഇംഗ്ലീഷ് ഇല്ലാണ്ട് കിട്ടുന്ന ജോലികൾ ഇങ്ങനെ ബേക്കറി, എന്തെങ്കിലും ഒരു സെയിൽസോ അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ത്രൂ നിങ്ങൾക്ക് കിട്ടത്തില്ല. നമ്മൾ ത്രൂ കിട്ടുന്നത് വെറും BPOs മാത്രമാണ്. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്, പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. ഓക്കെ, പക്ഷെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയണമെങ്കിൽ, നിങ്ങൾ ബാംഗ്ലൂർ ജോബ് ഹബിന്റെ ഇൻസ്റ്റാ പേജ് ഓപ്പൺ ചെയ്യാം. ഇല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാ പേജ് നിങ്ങൾക്ക് കാണാം. 2 ഇൻസ്റ്റാ പേജിലും വാട്സ്ആപ്പ് ചാനലിന്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾ കയറിയിട്ട് ജോയിൻ ടു ദാറ്റ് വാട്സ്ആപ്പ് ചാനൽ. ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, സ്ഥിരം വന്നിരിക്കലാണെന്ന് തോന്നുന്നു. ഓക്കെ, പൂച്ചക്കുട്ടിക്ക് ഇച്ചിരി സ്ഥലം കൊടുക്കാം. ആൻഡ് ആ വാട്സ്ആപ്പ് ചാനലിലോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കുറെ ഫോളോവേഴ്സിനെ കാണാൻ പറ്റും. ആൻഡ് അത് മാത്രമല്ല, ഡെയിലി ബേസിസിൽ നമ്മൾ ജോബ് പോസ്റ്റ് ചെയ്യും. ജോബ് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ HR-ന്റെ ഒരു നമ്പർ ഇടും. ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങൾ വിളിക്കുമ്പോൾ സംടൈംസ് കണക്ട് ആവില്ല, കാരണം നിങ്ങളെ പോലെ തന്നെ 100,000 പേര് ഒരേ സമയത്ത് അവരെ വിളിക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്തിട്ട് പിന്നെ വിളിക്കാം. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഇമെയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ ഇപ്പൊ നമുക്ക് എക്സ്റ്റേണൽ ഇമെയിൽ ഇല്ല, വെറും കോൾസ് മാത്രമാണ്. ഓക്കെ, രണ്ടാമത്തെ ഓപ്ഷൻ ടു കോൺടാക്ട് us is ഡയറക്ട്ലി വാക്ക് ഇൻ.
നിങ്ങൾ വന്നു പോകേണ്ട ചെലവ് മാത്രമേ നിങ്ങൾ നോക്കണുള്ളൂ. നിങ്ങൾ ബാംഗ്ലൂർ ജോബിന് ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ 1 രൂപ പോലും ചെലവാക്കുന്നില്ല. നിങ്ങൾ പ്ലേസ് ആയി കഴിഞ്ഞിട്ടും പ്ലേസ് ചെയ്യുമ്പോഴും അപ്ലിക്കേഷന് ഒന്നിനും ഒരു ചെലവും ഇല്ല. നിങ്ങൾക്ക് ജോലി തരാവുന്ന ഉള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി. അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 നയ പൈസ നിങ്ങൾ വാങ്ങില്ല. ഓക്കെ, നിങ്ങൾ വന്നു പോകുന്നതിന്റെ ചെലവ് മാത്രം. ഇനി ബാംഗ്ലൂർ ജോബ് ഹബിന്റെ അഡ്രസ് സിമ്പിൾ ആണ്. നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുക്കുക, ബാംഗ്ലൂർ ജോബ് ഹബ് ജയനഗർ എന്ന് അടിക്കുക. അവിടെ വരെ നിങ്ങൾ എങ്ങനെയെങ്കിലും വന്ന് ഒരു വാക്കിൻ ഇന്റർവ്യൂ തരാം. ബട്ട് യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്നുള്ള ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ BPO എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, BPOസിൽ നമുക്ക് മേജർലി വോയിസ് ആയിരിക്കും, നോൺ വോയിസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ കോൾസും ഉണ്ടാവും, ഇമെയിൽസ് ഉണ്ടാവും, ചാറ്റ്സ് ഉണ്ടാവും. ഇന്ന് നമുക്ക് വേണ്ടത് ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആരെയും ഒരു വിധത്തിൽ ഹേർട്ട് ചെയ്യാനായിട്ട് പറയല്ല. ഇംഗ്ലീഷ് നമുക്ക് മാൻഡേറ്ററി ആണ്. വളരെ ചെറിയ പ്രോസസ്സിന് മാത്രമേ ഇംഗ്ലീഷിന്റെ ആവശ്യം വരാത്തതായിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എന്റെ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്യാം. ആൻഡ് ഇൻ കേസ് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പെട്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ബാംഗ്ലൂർ ജോബ് ഹബിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോയുടെ അടിയിൽ ഒരു കമന്റ് ഇടാം, ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങളുടെ കമന്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബാംഗ്ലൂർ ജോബ് ഹബിന്റെ പേജിലേക്ക്, അവരുടെ കമ്പനിയിലേക്ക് ഞാൻ അയക്കാം. സോ നിങ്ങൾക്ക് ഒരു പ്രിയോറിറ്റി കിട്ടുന്നതായിരിക്കും. സോ ഇഫ് എനിബഡി ഈസ് ഗോയിങ്, നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റിൽ ഹായ്, ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോകുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് ഇട്ടാൽ മതി. ഈ വീഡിയോ ബാംഗ്ലൂരിൽ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഫസ്റ്റ് തന്നെ ഷെയർ ചെയ്തിട്ട് അവരോട് സെയിം കാര്യം പറയാം. ഈ വീഡിയോ കണ്ടിട്ട് ആരേലും ബാംഗ്ലൂർ ജോബ് ഹബിൽ പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവിടെ കമന്റ് ഇടാം, ചേച്ചി ഞാൻ പോകുന്നുണ്ടെന്നത് നിങ്ങളുടെ നെയിം ഇട്ടിട്ട് കമന്റ് ചെയ്യുക. ഞാൻ ആ കമന്റ് സ്ക്രീൻഷോട്ട് പിടിച്ചിട്ട് അവർക്ക് അയക്കാം. ആൻഡ് ദേ വിൽ പ്രിയോറിറ്റൈസ് യു. ഓക്കെ, നിങ്ങൾ പോകുന്ന ഡേറ്റോ എന്നാന്ന് വെച്ചാൽ ഒന്ന് കമന്റിൽ അറിയിക്കുക, എന്നെ DM അറിയിക്കാതെ ഈ വീഡിയോയുടെ കമന്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അതിനുള്ള ഒരുക്കങ്ങൾ ഞാൻ ചെയ്തു തരാം. ഇത്രേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ആൻഡ് മോർ ദാൻ ദിസ് എനിക്ക് എന്താ പറയാനുള്ള, കൂടുതൽ ജോബ് വേക്കൻസീസ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കണ്ടിന്യൂസ്ലി ഐ എം പോസ്റ്റിംഗ് ഓൾസോ. ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇത്രയും കണ്ടതിന് വളരെ വളരെ നന്ദി. ഞാൻ മാക്സിമം ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആൻഡ് പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, നമ്മൾ 1 രൂപ പോലും ചാർജ് ചെയ്യില്ല. സോ ഫോർ മോർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ദുബായിയുടെ വ്ളോഗ്സ് ഇടുന്നതായിരിക്കും. ഇതേപോലെ കുറെ പൂച്ചക്കുട്ടീനെയും ഇവിടുത്തെ കുറെ കാര്യങ്ങൾ ഞാൻ കാണിക്കുകയായിരിക്കും. സമയം കിട്ടുമ്പോൾ വീക്കെൻഡ്സിലൊക്കെയാണ് നമുക്ക് സമയം കിട്ടുന്നത്. അപ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇവിടെ വന്ന് 1.5 മാസമേ ഉള്ളൂ. അപ്പൊ പുതിയ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യും. അത് മാത്രമല്ല, ബാംഗ്ലൂർ ആയിട്ട് ടച്ചിൽ ഞാൻ ഇപ്പോഴുണ്ട്. എസ്പെഷ്യലി ബാംഗ്ലൂരിന്റെ ജോബ്സിനായിട്ട് ഞാൻ കുറെ ടച്ചിലുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് പോസ്റ്റുകൾ കാണും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ഇഫ് ദർ ഇസ് സംതിങ് ദാറ്റ് യു വാണ്ട് ടു ലെറ്റ് മീ നോ, നിങ്ങൾ കമന്റ്സിൽ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.